വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. തിരുവനന്തപുരത്തുള്ള ഒരു ഷഹന എന്നു പേരുള്ള ഒരു യുവതി ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ നിന്നും അതേപോലെ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്നൊക്കെ മാനസികവും ശാരീരികമായ പീഡനവും ഏറ്റിട്ട് സഹിക്കാൻ കഴിയാതെ ജീവനൊടുക്കിയിട്ട് ഒരാഴ്ചയിലേറെയായി. ആ ഒരു പ്രതിയായ ഭർത്താവ് നൗഫലിനെയും അതേപോലെ ആ ഭർത്താവിൻ്റെ മാതാവിനെയും ഒക്കെ പോലീസ് പിടികൂടാൻ നേരത്ത് അവർ ഒളിവിൽ താമസിക്കുന്ന കറക്റ്റായിട്ട് പോലീസ് കണ്ടെത്തിയിട്ട് അവരെ പിടികൂടാൻ നേരത്ത് വിവരം ചോർത്തി കൊടുത്തിട്ട് അവർക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുത്തൊരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരൻ ഒരു നവാസ് എന്നു പേരുള്ള ഒരു കാട്ടാക്കട സ്റ്റേഷനിലെ ഒരു സിവിൽ പോലീസ് ഓഫീസറാണ്. ഈ നവാസാണ് ഈ ഒരു പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് എന്നൊരു റിപ്പോർട്ട് CI ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തിരുന്നു. ആ ഒരു റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ട് അത് അന്വേഷണത്തിൽ കറക്റ്റ് ഈ ഒരു നവാസ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഭർത്താവ് നൗഫലിനെയും അതേപോലെ മാതാവും ഒളിവിൽ താമസിക്കുന്നിടത്ത് നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചത് എന്ന് കാണിച്ചിട്ട് ഇന്ന് നവാസിന് വകുപ്പ് ഒരു സസ്പെൻഷൻ കൊടുത്തു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ഒരു സാധാരണക്കാരന് എവിടെയാണ് നീതി കിട്ടുന്നത്? ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും ഈ ഷഹന എന്നുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥ. ആ ഒരു അമ്മായിമ്മ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് സ്ത്രീധനമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും 10-67 പവൻ അവർ കൊടുത്ത്, അതേപോലെ എല്ലാ സൗകര്യങ്ങളും വീടും എഴുതി കൊടുത്തു, 5 സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് മാനസിക പീഡനം, വെറും കുപ്പത്തൊട്ടിയിലെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ പരമാവധി പീഡിപ്പിച്ച് സഹിക്കാൻ കഴിയാതെ 1.5 വയസ്സുള്ള മോനുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് കഴിയായിരുന്നു ഈ ഒരു പെൺകുട്ടി. ആ ഒരു പെൺകുട്ടി കഴിയുന്നതിനിടയിലാണ് ഈ ഭർത്താവ് വന്നിട്ട് നിർബന്ധപൂർവം ഈ കുട്ടിനെ പിടിച്ചു വാങ്ങിക്കൊണ്ടായത്. ആ ഒരു വിഷമം സഹിക്ക വയ്യാതെയാണ് ഈ ഷഹന ഒരു കഴിഞ്ഞ ഡിസംബർ 26-ന് ജീവനൊടുക്കുന്നത്. ഭയങ്കരമായുള്ള പ്രതിഷേധങ്ങളുണ്ടായി. മയ്യത്ത് റോട്ടിൽ വെച്ചിട്ട് കുറ്റവാളികളെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതിഷേധം ഉണ്ടായി. അങ്ങനെ ഒടുവിൽ തിരുവല്ല പോലീസിന്, അതായത് ഈ പെൺകുട്ടി താമസിക്കുന്ന പെൺകുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാർക്ക് മനസ്സിലായി ഈ ഒരു ഉമ്മയും അതേപോലെ ഈ ഒരു ഭർത്താവും ഒക്കെ സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ട്. പോലീസ് ഇപ്പോഴും സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടില്ല. അപ്പോൾ അവരെ പിടികൂടണം. അവർ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഈ ഒരു ഇവരുടെ തന്നെ നൗഫലിൻ്റെ സഹോദരൻ്റെ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവല്ല പോലീസ് നേരെ കാട്ടാക്കട പോലീസിന് വിവരം കൊടുത്ത് ഇങ്ങനെ ഈ പ്രതികൾ ഇവിടെ താമസിക്കുന്നുണ്ട്, അവരുടെ ഈ മറ്റേ സൈബർ പോലീസിൽ നിന്നാണ് ഇവർ താമസിക്കുന്ന മൊബൈൽ വിവരങ്ങളിൽ നിന്നാണ് ഇവർ ഇങ്ങോട്ട് താമസിക്കുന്നത് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പിടിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ആ സ്റ്റേഷനിലെ ഇവരോട് ബന്ധമുള്ള നവാസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ അവർക്ക് വിവരം കൊടുത്തു, നിങ്ങൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, വേഗം രക്ഷപ്പെട്ടോളൂ എന്ന്. അങ്ങനെ ഈ പോലീസുകാർ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ആ ഒരു സഹോദരൻ്റെ നൗഫലിൻ്റെ സഹോദരൻ്റെ ഭാര്യ വീട് അന്വേഷിച്ചു, അവരവിടെ ഇല്ല, അവരവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാരാണ് ചോർത്തി കൊടുത്തത് അന്വേഷണമായി. അങ്ങനെയാണ് കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഈ നവാസ് എന്ന പേരുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് മനസ്സിലായും. ഇന്ന് അയാളെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ പോരാ, ഡിസ്മിസ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ജോലിയൊന്നും കൊടുക്കാതെ ശമ്പളം കിട്ടുന്ന ഒരു പരിപാടിയുടെ റിമാർക്ക് പിന്നീട് വരുന്നു മാത്രം. അപ്പോൾ എത്ര കൂളായിട്ടാണ് സാധാരണക്കാർക്ക് കിട്ടുന്ന നീതി. ഇനിയിപ്പോൾ ഇതുവരെ പിടിച്ചാൽ ഒന്ന് ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പെൺകുട്ടി നിങ്ങൾ ആലോചിക്കുക. ഇത്തരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ച് മുക്കി കയറ്റുകയോ അല്ലെങ്കിൽ അവരെ പിടിച്ചിട്ട് തൂക്കിക്കൊല്ലുക ഇതൊന്നും ചെയ്യില്ല. മരിച്ചവർക്ക് പോയി, ജീവിച്ചിരിക്കുന്നവർക്ക് എന്ത് എന്നുള്ളതാണ്. ഇത് കുറച്ച് കേസും കാര്യങ്ങളപ്പോൾ കാസർഗോഡിലെ മുർസീനെ അങ്ങനെ എന്തൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ഭർത്താവിനെ പിടിച്ച് അന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടു. അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടു. അതേപോലെ നമ്മൾ ഏറ്റവും അധികം എന്താ പറയുക, വല്ലാതെ റിഫ മഹ്നു കേസ് ഓർമ്മയില്ലേ? ആ റിഫയുടെ കുട്ടീനെ ഇപ്പം എൻ്റെ അവിടുത്തെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു. റിഫയുടെ സുഹൃത്തിൻ്റെയൊക്കെ ഒരു കുടുംബം വളരെ സന്തോഷത്തോടു കൂടി ആ കുട്ടി കഴിയുന്നുണ്ട്. ആ കുട്ടി കഥയൊന്നും അറിയാതെ വളരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് കേസിലാണ്. മഹ്നു ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. നഷ്ടപ്പെട്ടത് ആ കുട്ടിക്ക് അതിൻ്റെ ഉമ്മയായ റിഫ. ആ ഒരു മാതാപിതാക്കൾക്ക് റിഫ എന്നൊരു മകൾ. മെഹ്നുവിന് എന്ത് പോയി? മെഹ്നു ഇപ്പം ഇനി സുഖമായിട്ട് വേറെ കല്യാണം സുഖമായിട്ട് ജീവിക്കാൻ. അപ്പോൾ ഈ ജീവനെടുക്കുന്ന ആളുകൾ നോക്കുക, ഇത് നമുക്ക് മാത്രം നമ്മുടെ ആഖിറം ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവർ ദുനിയാവ് നഷ്ടപ്പെടുമ്പോൾ ജീവനൊടുക്കും. ഭർത്താവ് എന്ന ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ ഭർത്താവിൻ്റെ ഇഷ്ടം നഷ്ടപ്പെടുമ്പോൾ അതിനു വേണ്ടി ജീവിതം അവസാനിപ്പിക്കും. നമ്മൾ ജീവിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. ഈ ആഖിറത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് മുന്നോട്ട് പോയാലാണ് അവിടെ നമുക്കൊരു റിസൾട്ട് ഇങ്ങോട്ട് കിട്ടുക. അപ്പോൾ ഒരു ജിമ്മിന് പോകുന്ന ഒരാൾ പോലും കുറച്ചൊക്കെ കയ്യും കാലൊക്കെ വേദനിച്ച് വളരെയധികം നേരത്തെ എഴുന്നേറ്റ് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശരീരമാണ് അവർ ഭയങ്കര പവർഫുള്ളായിട്ട് പ്രദർശിപ്പിക്കണേ. അതിനവർക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു വേദനയും ഇല്ലാതെ നിങ്ങൾക്ക് ആഖിറത്തിൽ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ആഖിറത്തിലും നഷ്ടപ്പെടുക, ദുനിയാവ് നഷ്ടപ്പെടുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. ഇവിടുന്ന് കുറച്ച് ക്ഷമയോടും സഹനത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കാനാണ് ശീലിക്കേണ്ടത്. ഇതൊന്നുമില്ലാതെ ദുനിയാവും പോയി
ആഹിറും പോയി എന്ന് പറഞ്ഞാൽ അതൊരു കനത്ത പരാജയമാണ്. ഏതായാലും അത്തരമൊരു ചിന്തയിലേക്ക് നമ്മൾ വരാൻ പാടില്ല. വരുമ്പോൾ ആലോചിക്കുക, വന്നു കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന നമ്മൾ ആലോചിക്കുക, ഇത്തരം കേസുകളിലൊക്കെ ഇത്രയൊക്കെ നടക്കുള്ളൂ. ഏതായാലും ആ ഷഹന എന്ന് പേരുള്ള ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടി അനാഥനായി. ആ കുട്ടീനോട് ഇനി എന്ത് പറഞ്ഞിട്ടാ സമാധാനിപ്പിക്കുക? ഉമ്മയെ പാല് കുടിക്കേണ്ട, ഉമ്മയെ വിളിച്ച് കരയുമ്പോൾ ഉമ്മ ഇല്ല എന്ന് പറഞ്ഞിട്ടോ? നമ്മൾ അവിടേക്കാണ് ചിന്തിക്കേണ്ടത്. ഓരോ ആളുകളും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകും, ഇതിനേക്കാളും വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവും. അപ്പോഴൊക്കെ ഒന്നിങ്ങനെ മൈൻഡ് ഇരുത്തിയിട്ട് ചിന്തിക്കാം, ഞാൻ അങ്ങോട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് അതെന്തിനാ ഉണ്ടാവുക? എൻ്റെ തന്നെ നെഫ്സ് എൻ്റെ ഖബറിൽ എന്നെ കൊണ്ട് വെക്കുമ്പോൾ എനിക്ക് എന്ത് മറുപടി പറയാൻ കഴിയും എന്നൊരു നിമിഷം ചിന്തിക്കുക. ആ ചിന്തയാണ് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.